please. It is great to hear small children calling my name. Like it's a blessing. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ ഈ സിനിമ എടുത്തിരിക്കുന്നത്. Okay, I'll open the floor for questions. You need one more? Yeah, come. I'll open the floor for questions and then we'll come back. All right. Anybody? Yes, go on. I'll get you the mic. Complicated ചോദ്യമൊന്നും ചോദിക്കില്ല. ലാലേട്ടാ, ശരിക്കും ഒരു സ്വപ്നം കാണുന്ന പോലെയുള്ള വിഷ്വലാണ് ഇതിപ്പോൾ ഞങ്ങളിവിടെ കണ്ടത്. ഡെഫിനറ്റ്ലി ലാലേട്ടൻ്റെ ഡെബ്യൂ മൂവിയാണ്. ഉറപ്പായിട്ടും അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടി വന്നിരിക്കാം, പുതിയ കാര്യങ്ങൾ ലാലേട്ടൻ പഠിക്കേണ്ടി വന്നിരിക്കാം. ബാറോസിന് വേണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്ക് എന്ന് പറയുന്നത് വെരി കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കാണ്. ബട്ട് ഇപ്പം നമുക്കിനിയും വളരെ ഈസി ആയിരിക്കും. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ ലോട്ട് ഓഫ് ഹിൻഡ്രൻസസ്, പക്ഷെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടായെന്നുള്ളതാണ്. ഇതൊരു വലിയ ബ്ലെസ്സിങ് ഉള്ള സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. എവറിത്തിങ്, എല്ലാ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവസാനം ശരിയായി വന്നു. പിന്നെ ഇതൊരു ചലഞ്ചാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായ പല കാര്യങ്ങളും അങ്ങനെയാണ്, സിനിമകളായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ. സോ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതിന് ഫൈറ്റ് ചെയ്ത് ജയിക്കാന്നല്ല, അതിനെ ആരുടെയൊക്കെ സഹായത്തോടു കൂടി അത് നന്നായി വന്നു. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അതിന് അറിഞ്ഞുകൂടാത്ത വഴികളിലൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു, പക്ഷെ ഇപ്പൊ ആ വഴികളൊക്കെ അറിയാം. Anyone? Next question? Yes. ലാലേട്ട നമസ്കാരം. മേഘ ഫ്രം എഡിറ്റോറിയൽ. കയ്യിലേക്ക് വന്നു ചേരുന്നതും നേടിയെടുക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ ലാലേട്ട? അല്ലേ? കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളൊരു പദവി അങ്ങ് നേടിയെടുത്തതാണ്. ഏത് മൊമെന്റ് കംപ്ലീറ്റ് എന്ന ലോകത്തൊരു സാധനം ഇല്ലല്ലോ. ഇൻകംപ്ലീറ്റ് ആക്ടർ എന്നായിരിക്കും എന്നെ പറ്റി പറയാം. അങ്ങ് ആ നേടിയെടുത്തതിൽ നിന്നും ഞാൻ അതിനെ അങ്ങനെ ടേം ചെയ്തു എന്നേ ഉള്ളൂ. ഏത് മൊമെന്റിലാണ് ഞാനൊരു ഡയറക്ടർ ആകണം, അല്ലെങ്കിൽ ഏത് സിനിമ സെറ്റ് ഏത് നിമിഷത്തിലാണ് ഞാൻ എന്തായാലും ഇനി ഒരു ഡയറക്ടർ ആകും? ഞാൻ പറഞ്ഞ ഒരു ഹാപ്പനിങ് ആണ്. ഞാൻ രാജീവായിട്ട് ഷോസ്, ഒരുപാട് പ്ലേകൾ ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വലി വി ആർ തിങ്കിങ് അബൌട്ട് ഒരു 3D പ്ലേയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണാടി വെച്ചിട്ട് കാണാവുന്ന ഒരു പ്ലേ പോസിബിളാണ്. സോ നമ്മളത് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു 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 കാര്യമുണ്ടെന്ന് ഇത് അഗെയിൻ സ്റ്റാർട്ടഡ് ഫ്രം ടീച്ചർ. അപ്പം നമ്മൾ ആ പ്ലേ മാറ്റി വെച്ചു. കാര്യം ഇത് സിനിമ ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞ ഒരു നിയോഗമായിട്ട് വന്നതാണ്. നേടിയെടുക്കുകയല്ല. ഇറ്റ് ഈസ്, ഞാൻ അതാണ് പറഞ്ഞത്, ഇറ്റ്സ് എ ഹാപ്പനിങ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരോ നമ്മളെ അതിന് നിയോഗിക്കപ്പെട്ടു. അപ്പോൾ അത് പിന്നെ നമ്മുടെ ജോലിയാണ് അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചു. ആ ശ്രമം ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം ലാലേട്ട. ദീപക് നമ്പ്യാർ ഫ്രം റേഡിയോ കേരളം 1476 AM. First and foremost, 4 lines for Burrows. Isabella, Isabella, तू ही सुकून है मेरा, साथ रहे हमसाया, तेरी हिफाजत करता रहा, जलते रंगे इस स्वर्ग में, कश्तियां चूमे किनारे, मलकियते ये तेरी, तू है राजकुमारी. First and foremost, you have been actor of the director. അതായത് ലാലേട്ടൻ ആസ് എ ഡയറക്ടർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഏത് ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴും ആസ് എ ഡയറക്ടർ? ആസ് എ ഡയറക്ടർ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നിങ്ങളിപ്പോൾ പാടിയപ്പോഴാണ്. ഷാന് വേണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. അതൊരു മൊമെന്റ് ആണ്. നമ്മൾ എവറി ടൈം വി വാച്ച് ദ ഫിലിം അല്ലേ, ഇങ്ങനെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ട് അതൊരു സക്സസ് ആകുന്ന ഏത് നിമിഷവും നമുക്ക് അഭിമാനം തോന്നും, നമുക്ക് സന്തോഷം തോന്നും.
പിന്നെ ഇതിൻ്റെ പുറകിലൊരു വലിയ ശ്രമമുണ്ട്, ഒരുപാട് ആൾക്കാരുടെ അധ്വാനമുണ്ട്. അത് ഒരു ഫ്രൂട്ട്ഫുള്ളായി മാറി മെറ്റീരിയലൈസ് ചെയ്ത് പോകുന്ന സമയത്തുള്ള ഒരു സന്തോഷം ഇപ്പം ഇല്ല, സന്തോഷം വരാൻ പോകുന്നുള്ളൂ. സോ അന്നത്തെ സന്തോഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Thank you so much. Thank you so much. The question. We'll go for one more question. Yes. അവിടെ ബാക്കിലോട്ട് കൊടുക്കും. Yes. Lalita, I need to hear Endo. സോറി, ലാലേട്ടാന്ന് വിളിച്ചപ്പോ എന്തോ ഒന്ന് വിളിയായിരുന്നു. എന്തോ MG College product. MG College product. ആഹാ, MG കോളേജിൽ പഠിച്ച. ഓക്കെ ഓക്കെ ഓക്കെ, ആ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു. അടുത്ത് വെച്ച് പറയാം. Again, അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു അന്നില്ല. 95. പക്ഷേ ചന്ദ്രശേഖരൻ നായർ സാറിന്റെ സ്റ്റുഡന്റ് കൂടെയാണ്. ചന്ദ്രശേഖരൻ നായർ സാറിന്റെ സ്റ്റുഡന്റ് കൂടെയാണ്. ഓക്കെ ഓക്കെ, ഹലോ, എന്റെ സാറായിരുന്നു. ഓക്കെ, He told a lot about it. ഓക്കെ, ഗുഡ് തിങ്. അല്ല, ഗുഡ് തിങ്സ് അല്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഗുഡ് തിങ്സ് അല്ലേ പറഞ്ഞത്? Do you think somebody would ever talk bad about you? Everyone I Possible. അങ്ങനെ ചോദ്യത്തിലോട്ട് പോയാൽ നല്ലതായിരിക്കും. Sir, which is the best movie you acted which you took from heart? Yet to come. I'm waiting for that. Thank you. Thank you. We'll take one more and that's it. I believe that's the last question, sir. It's okay? Please, please. Yeah. Yes. ഞാൻ എന്തോ ഒരുപാട് സന്തോഷം കണ്ടതില്. ഒരുപാട്. പേര് അഫ്ഷാദ്. Yeah. ലണ്ടൻ ഡയറക്ടറും ആക്ടറും കൂടിയാണ് ഈ പടത്തില്. അപ്പം ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടാവും എന്നറിയാം. കാരണം ഡയറക്ടർ ചെയ്തുകൊണ്ട് ഞാൻ പോയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നു. എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് അതില്? അങ്ങനെയല്ല, നമ്മള് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വെരി ഗുഡ് ടീമാണ്. രാജീവ് ഉണ്ടായിരുന്നു, സന്തോഷം. അങ്ങനെ ഒരു ഡയറക്ടർ ആക്ടർ ഒന്നും തോന്നിയില്ല. ഈ മെയ്ഡ് ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അതിനെ എങ്ങനെ സക്സസ്ഫുൾ ആക്കാന്ന് ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അത് ഇതിനൊരു ആക്ടർ ഡയറക്ടർ എന്ന ക്ലാസിഫിക്കേഷൻ ഇല്ല. വി ജോയിൻലി ഡിഡ് ദിസ് ഫിലിം. സോ എൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം. ഡയറക്ടർ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ആക്ടറും പറയുന്നില്ല. സോ വി ഡിഡ് സംതിങ് വെരി സ്പെഷ്യൽ for you people. So enjoy it and then we will come. Thank you. അഫ്ഷാദ് വിചാരിച്ച ലാലേട്ട ആക്ഷൻ വിളിച്ചിട്ട് ഇവിടെ പോയി അഭിനയിക്കുന്നത് വിചാരിച്ചു. താങ്ക് യു അഫ്ഷാദ്. മൈക്ക് അങ്ങോട്ട് കൊടുത്ത ലാസ്റ്റ് വൺ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ഇത് തന്നെ ചോദിക്കാനുണ്ടായിരുന്നത്, ലാലേട്ടൻ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കട്ട് ആര് പറയും? അതൊക്കെ ഭയങ്കര ചോദ്യമല്ലേ? അല്ല, ഇത് സ്റ്റാർട്ട് പറഞ്ഞാലും ഇത് കട്ട് ചെയ്യാൻ പറ്റും. ആദ്യം സ്റ്റാർട്ട് ആര് പറയുന്നത്? അല്ല, അത് നമ്മുടെ കൂടെ വേറെ ആൾക്കാർ. അല്ല, ഞാൻ അവരില്ലെങ്കിൽ ഞാൻ തന്നെ പറയും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ ഇന്നലെ കണ്ട കാര്യം പറയാനാണ് മനസ്സിലായി. ഇന്നലെ കണ്ട കാര്യം പറയാനാണ് മൈക്ക് എടുത്തത്. ഇന്നലെ ലാലേട്ടനെ കണ്ടോന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. നിങ്ങളല്ലല്ലോ കണ്ട, നിങ്ങളുടെ ഭർത്താവല്ലേ കണ്ടിട്ടല്ലേ നിങ്ങളത് പറഞ്ഞു. അതെ അതെ അതെ. ഭർത്താവിനൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഓക്കെ, ശരി, ഓക്കെ, തന്നോളൂ, മൈക്ക് തന്നോളൂ. അപ്പോ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെഷൻസ് വിൽ വൈൻഡ് അപ്പ്. I'm really running out of time. കാരണം ഇത് കഴിഞ്ഞ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള 2-3 ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം 5 o'clock മുമ്പ് തീർക്കാന്ന് പറഞ്ഞതാണ്. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ഈച്ച് ആൻഡ് എവരി വൺ. 1918 ആണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് ഡിസംബർ 25 സെയിം ഡേറ്റ് ചൂസ് ചെയ്തതാണോ അത് ആക്ച്വലി അത് അറിയാതെ സംഭവിച്ചാണ്. കാര്യം ഇത് ഈ 1920 നടനെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു വിസ്മയ അറിയാതെ ഞാൻ പറഞ്ഞില്ല, അതൊരു എന്താ പറയുക, ഒരു ഗുരുത്തമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു, താങ്ക് യു. Thank you. Everyone please be there. എല്ലാവരും please stay back. നമുക്ക് ലാലേട്ടൻ